പ്രൈസ് ലോർഡ്. നോർത്ത് അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്. അവസരം കൂടെ നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ നമ്മുടെ ഈ ബൈബിൾ എല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിനെ വർദ്ധിപ്പിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിനുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതുമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥനയോടിരിക്കാം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത് സിസ്റ്റർ മേരി ഗോരവയ്ക്കല് റെക്കോർഡ് ചെയ്യുന്നത് ആറ് എപ്പിസോഡ് മുതലായി. അതിന് മുമ്പുള്ളത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചിലർക്ക് അയച്ചു കൊടുത്തു. അവർ വളരെ താല്പര്യമായിട്ട് ഒത്തിരി പേർക്ക് ബെനിഫിറ്റ് പ്രയോജനം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് രണ്ട് പേരോട് സംശയം ചോദിച്ചു. ഞാൻ ഈ വെളിപാടെന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിലെ വെളിപാട് ഒരു PA ഉള്ളൂ, അപ്പൊ അതെന്തോ തെറ്റാണെന്ന് ചിലരെന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രസ്താവിച്ച്, ഞാന് ഇതൊരു റിസർച്ചറാണ്. പിന്നെ PhD കിട്ടുന്ന ഒരാൾക്ക് റിസർച്ച് ചെയ്യാതെ PhD കിട്ടിയില്ല. അതെന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഞാനത് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത് P. എബ്രഹാം എന്ന് പറയുന്ന ആൾ വളരെ പിന്നെ എന്റെ ബുക്കെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ സാഹിത്യത്തിൽ കഴിവുള്ള ആളാണ്. അദ്ദേഹം എന്നോട് എഴുതി ചോദിച്ചു, ഇത് പ്രസിദ്ധീകരിച്ചപ്പം എല്ലാവരും വേദോസത്തിലെ വെളിപ്പാട് എന്നാണ്, ഇത് വെളിപ്പാടെന്നാ റിയലി കറക്റ്റ്, സണ്ണിച്ചാൻ എന്തോ പറയുന്നത്, എങ്ങനെ ഇടണം? ഞാൻ പറഞ്ഞു, സാമൂഹ്യശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയും, ഞാനിപ്പോ ഇത് പറയുന്നത് നിങ്ങളോട് ഇത് ചോദിച്ചെന്നിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ മലയാളികൾ ആരും അവര് പണ്ട് കേട്ട ബോക്സ് അത് കേട്ടതിന് വേറൊരു കാര്യം അത് അവർ എടുക്കുകയില്ല. അതുകൊണ്ട് ഇത് വലിയ ഇതിന് വലിയ എതിര് വരും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ളത് ഞാൻ ഈ എൻസൈക്ലോപ്പീഡിയ നോക്കി, കുത്തന്നാരുടെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എല്ലാ എൻസൈക്ലോപ്പീഡിയ നോക്കിയിട്ടും ഒരു വെളിപാട്, രണ്ട് വേദവസ്തുവിലെ വെളിപ്പാട് വളരെ കറക്റ്റ് ആണ്. എന്നാൽ ഒരു വാക്കിന് പല അർത്ഥമുണ്ട്. ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് ഓക്സ്ഫോർഡ് ഡിക്ഷണറി 21 മീനിങ് ഉണ്ട്. അപ്പം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ബാങ്കിലെ ലോൺ അപേക്ഷിക്കാൻ പോകുമ്പോൾ ക്രെഡിറ്റ് നോക്കും. നമ്മുടെ റെപ്യൂട്ടേഷൻ വരുമ്പോൾ അതിന് ക്രെഡിറ്റ് എന്ന് പറയാം. അതായത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചാ. എന്ന് പറഞ്ഞതുപോലെ ഈ മലയാളത്തിലും പല പ്രയോഗങ്ങൾ പലതും ശരിയാണ്. അപ്പം വെളിപാടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഓർക്കുന്നത് ഉടനെ തന്നെ അത് വെളിച്ചപ്പാടെന്നുള്ള രീതിയിലാണ്. ഇപ്പൊ എന്റെ പുസ്തകം കണ്ടുകൊണ്ടേ ചാണ്ടപ്പിള്ള, യോൻ ശാന്തിലും എല്ലാം പറഞ്ഞു ഇതെല്ലാം മുഴുവൻ അക്ഷരപ്പേശകളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, കേരള സാഹിത്യ അക്കാദമി എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ട്. അതിന്റെ പ്രസിഡന്റുമാരുമായിട്ടൊക്കെ ഞാനെല്ലാം വെരിഫൈ ചെയ്തു, എൻസൈക്ലോപ്പീഡിയ എടുത്തതാണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ റെവലേഷന്റെ ബുക്ക് കറക്റ്റ് സ്പെല്ലിങ്ങോട് എഴുതിയിരിക്കുന്നത് എന്റെ ബുക്കാണ്, വെളിപ്പാട്. അതാണ് ഇപ്പൊ ഗൂഗിളിന്റെ പിന്നെ എന്റെ പിന്നിൽ ഇരിപ്പുണ്ട്. വെളിപ്പാട്, അശരീരി, വെളിപ്പെടുത്തല്, തുറന്നു കാട്ടല്, അശരീരി, പിന്നെ ഭൂതോദയം. ഭൂതോദയം എന്നുള്ള വാക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എടുക്കേണ്ടത്. അതുകൊണ്ട് ഈ വെളിപ്പാട് എന്ന് പറയുന്നതും മറ്റേത് പോലെ തന്നെ അതിലും ശരിയാണ്. കത്തോലിക്കരുടെ ഒക്കെ പല കേരളത്തിലെ മലയാളത്തിലെ ഞാൻ നോക്കി, അതെല്ലാം ഒരു പായേ ഉള്ളൂ. അപ്പം കറക്റ്റായിട്ട് വെളിപാട് പുസ്തകത്തിന്റെ സ്പെല്ലിങ് എന്റെ പുസ്തകത്തിലാണ് ആദ്യം കേരളത്തിൽ വന്നിരിക്കുന്നത്. അത് തെറ്റല്ല. രണ്ട് പായിട്ടാണ് ബൈബിളിൽ വരുന്നത്, അതും കറക്റ്റ് ആണ്. പക്ഷെ ഈ ഒരു പായിട്ട് എന്റെ ഇത് തെറ്റാണെന്ന് കേരളത്തിലെ ആൾക്കാര്, പിന്നെ അവര് മലയാള പണ്ഡിതന്മാരൊന്നുമല്ല, പക്ഷെങ്കിൽ അവര് ഇങ്ങനെ ഇത് കണ്ട ഉടനെ അങ്ങനെ പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് ആദ്യം ക്ലിയർ ആയിട്ട്, വെളിപാടെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അന്നേരം ഞാൻ P. എബ്രഹാമിനോട് പറഞ്ഞു, കേരളത്തിലെ എല്ലാവരും ഇത് എതിർക്കും, അവര് അത് റിസർച്ച് ചെയ്യുകയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പലരും എന്നോട് അത് വിളിച്ചു പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അതൊന്ന് കയറി നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാല്, ഇപ്പൊ ഗൂഗിളിൽ റെവലേഷന്റെ മലയാളം എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ, ഇപ്പോഴും ഞാൻ ഗൂഗിളിൽ നോക്കുന്നതിന് മുമ്പ് തന്നെ എൻസൈക്ലോപ്പീഡിയയിൽ റിസർച്ച് ചെയ്താൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന എന്റെ പുസ്തകത്തിലെ വെളിപ്പാടെന്ന് പറയുന്നത് തെറ്റല്ല, ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് തന്നെയാണ്. അത് ഞാൻ ആദ്യം പറയുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് 6-ാം അധ്യായത്തില് 6 മുദ്രകൾ പൊട്ടിച്ചു എന്നുള്ളത്, നമ്മൾ അത് ഏകദേശം അത് കൺക്ലൂഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് 9 മുതൽ 11 വരെയുള്ള ഒരു വാക്യങ്ങൾ നമ്മൾ ഒന്ന് വായിച്ചാട്ടോ. 6-ന്റെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 11 മുതൽ ഉള്ള 9 മുതൽ 11 വരെ ഉള്ള വാക്യങ്ങൾ. 9, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു.
അപ്പോൾ അവരിൽ ഒരുത്തനും വെള്ളനിലയങ്കി കൊടുത്ത് അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. സ്വർഗത്തിലെ കൂടാരത്തിന്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസ്താവിച്ചതുപോലെ മാതൃകയിലാണ് മോശ കൂടാരം നിർമ്മിച്ചതും, അതുപോലെ സ്വർഗത്തിലെ ദേവാലയത്തിന്റെ മാതൃകയിലാണ് ശലോമോന്റെ ദേവാലയം പണിതതും. നമ്മുടെ കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്നതും ദൈവത്തിന്റെ സിംഹാസനമുള്ളതുമായ സ്വർഗത്തിൽ ഒരു ദേവാലയമുണ്ട്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തില് സ്വർഗത്തിലെ ദൈവാലയം തുറന്നു എന്ന് യോഹന്നാൻ കണ്ടു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. താനും അവിടെ ധൂപകൂടത്തെ കുറിച്ച് നമ്മൾ വായിച്ചു. യാഗങ്ങൾ അർപ്പിക്കുന്നതിനുള്ള താമ്ര യാഗപീഠത്തെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയും സകല ധൂപവർഗവും അർപ്പിക്കപ്പെടുന്ന സ്വർണ്ണപീഠത്തെ കുറിച്ചും വെളിപാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യാഗപീഠത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ആഴ്ച അതാണ് നമ്മൾ പഠിച്ചത്. സമാഗമന കൂടാരത്തിന്റെയും ദേവാലയത്തിന്റെയും പ്രാകാരത്തിന്റെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന താമ്രയാഗപീഠം എന്തിനെ കാണിക്കുന്നു? ദൈവമക്കളുടെ ജീവിതങ്ങളെ അവർ സ്വയം യാഗപീഠത്തിന്മേൽ ദൈവത്തിനായി സമർപ്പിക്കപ്പെടണമെന്നാണ് ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കർത്താവായ യേശുവിനുള്ള പ്രതിബദ്ധത മൂലം ചെയ്യുന്ന എല്ലാം ഒരു പഴയ നിയമ യാഗത്തെ പോലെ ഒരു യാഗമാണ്. ദൈവത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ചിലർക്ക് വിശ്വാസികൾക്ക് സഹോദരന്മാർക്കും തോന്നി ഞാനൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ ആഫ്രിക്കയിലും ഒക്കെ പോയി ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. അത് തന്നെയല്ല, നമ്മുടെ ഏത് സ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു അവിടെ വിശ്വസത്തോടെ ചെയ്ത് ആത്മാർത്ഥമായിട്ട് യേശുക്രിസ്തുവിനുള്ള പ്രതിബദ്ധത പുലർത്തുകയാണെങ്കിൽ അത് നല്ലൊരു യാഗം തന്നെയാണ്. അതാണ് തിരുവെഴുത്തില്. അത് ഉദാഹരണത്തിന് റോമാലേഖനം 12:1 വായിച്ചാട്ടോ. റോമർ 12:1. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ആ യാഗത്തെ കുറിച്ച് പുതിയ നമ്മുടെ വിശ്വാസികളുടെ യാഗത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമകാലത്ത് മൃഗങ്ങളെ പക്ഷികളെയും ഒക്കെ യാഗം കളിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മളെ തന്നെ നമ്മുടെ ശരീരം നമ്മുടെ മുഴുവൻ സത്തകള് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് യാഗം. അത് 2 തിമോത്തിയോസ് 4:6-8 വരെ ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 4:6-8 വരെ. 4:6-8 വരെ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പം ഇവിടെ മനസ്സിലാകുന്ന അപ്പോസ്തലനായ പൗലോസ് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന രക്തസാക്ഷി മരണം സ്വർഗീയ യാഗപീഠത്തിന്മേൽ ദൈവത്തിനായി അർപ്പിക്കപ്പെട്ട് ഒരു യാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. പൗലോസ് അത് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. പഴയ നിയമകാലത്തെ യാഗം പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അത് വായിക്കുമ്പോഴും എപ്പോഴും നമ്മുടെ ആ പൗലോസിന്റെ അവസാനത്തെ ഘട്ടം അവിടെ എഴുതുമ്പോൾ അദ്ദേഹം എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും മരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. എന്നിട്ടും അവിടെ എഴുതി എൻ്റെ അത് പുതപ്പും അതൊക്കെ കൊണ്ടുവരണമെന്ന് എഴുതിയെങ്കിലും മരിക്കാനായിട്ട് തയ്യാറായിട്ട് വളരെ ഹൃദയസ്പർശിയായ ഒരു ലേഖനമാണ് അത് വായിക്കുന്നത്. ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി അർപ്പിച്ചു, ശിരച്ഛേദനം ചെയ്തപ്പെട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നെ ഇനി അടുത്തതായിട്ട് 6-ാം അധ്യായം ഇവിടെ കൺക്ലൂഡായി. 7-ാം അധ്യായം നമുക്ക് ഒന്ന് വായിച്ചാട്ടോ. താങ്ക് യു. ഓക്കെ. റെവലേഷൻസ് 7. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്
നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശർ ഗോത്രത്തിൽ 12,000, നപ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമിയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസാഖർ ഗോത്രത്തിൽ 12,000, സെബുലൂൻ ഗോത്രത്തിൽ 12,000, യോസഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുൻപിൽ കവിണ് വീണു ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ 6 എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ ഞാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയ്ച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. താങ്ക് യു. പരിശുദ്ധാത്മാവ് ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 7-ാം അധ്യായം മുഴുവനും ഒരു ഇടവേളയിൽ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സംഭവ പരമ്പരയുടെ ഇടയിൽ കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. 6ഉം 7ഉം മുദ്രകൾ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ 6 മുദ്രകൾ 6-ാം അധ്യായത്തിൽ പൊട്ടിച്ചത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണല്ലോ. 7ാമത്തെ അവസാനത്തെയുമായ മുദ്ര പൊട്ടിക്കുന്നത് 8-ാം അധ്യായത്തിലാണ്. വരുന്ന അധ്യായത്തിൽ ദൈവം അനുവദിച്ചാൽ ആ അധ്യായത്തിലെ അവസാനത്തെ മുദ്ര കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഈറ്റുനോവിന്റെ ആരംഭത്തിലും അന്തിമ മഹോദ്രവത്തിന്റെ ഇടയിലുമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഭൂമിമേലും കടലിന്മേലും വരൾച്ചയും സർവനാശവും സർവശക്തനായ ദൈവത്തിന്റെ 4 കാറ്റും പിടിച്ച് കൊണ്ട് നിൽക്കുന്ന 4 ദൂതന്മാരെയും ഇവിടെ നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ കാണാം. ഈ 7-ാം അധ്യായത്തില് അവര് കാറ്റ് ഇത് ഊതാതെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ, അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ആ കാറ്റിനെ അഴിച്ചുവിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുമ്പോൾ ഭൂമിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും ആഹാരവും സംഹാരവും ന്യായവിധിയും വളരെ വളരെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ വലിയ സംഹാരം നടക്കുന്നതിന് മുമ്പ് കർത്താവ് ദൂതന്മാരോട് ഇങ്ങനെ പറയുന്നു, നിൽക്കുക, കാറ്റ് ഊതാൻ അല്പം താമസിച്ചോട്ടെ, നിന്റെ കൈ പിൻവലിക്കുക, ന്യായവിധിക്ക് മുമ്പ് ദൈവദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടട്ടെ. അതിനു വേണ്ടിയിട്ടാണ് അവിടെ അന്ന് ഹോൾഡ് ചെയ്യാൻ പറയുന്നത്, മുദ്രയിടാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൂതന്മാര് ആണ്, അത് ആത്മാവ് ആണ്. 7-ന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 4 ദൂതന്മാര് ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. ഈ ഭൂമിയിലെ കാലാവസ്ഥ എന്ന് പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച്, ഇതെല്ലാം അന്ന് ഈ റിയലി ഗ്ലോബൽ വാർമിംഗ് എല്ലാം ഈ മഹാപീഡന സമയത്താണ് വരാൻ പോകുന്നത്, റിയൽ ക്ലൈമറ്റ് ചേഞ്ച് വരാൻ പോകുന്നത്. ഇവിടെ കാണുന്ന 1,144,000 ആരാണ് അവിടെ ഇപ്പം വായിച്ചപ്പോൾ 144,000 പേര്
നമ്മൾ കേട്ടു. ഇത് ഈ വേദപുസ്തകം ഇത് പല സഭക്കാരും പഠിപ്പിക്കുന്ന എനിക്കറിഞ്ഞുകൂടാ. അവർക്ക് ദൈവം അവരുടെ പോക്കറ്റിലാണെന്ന് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് വ്യാഖ്യാനിക്കും. ഒരു സമയത്ത് ചെറുപ്പത്തിൽ ഞാൻ കേട്ടുള്ള സിലോൺ പെന്തക്കോസ്തുകാരെന്ന് പഠിപ്പിച്ചിട്ട് 144,000 പേര് അവരുടെ വിശ്വാസത്തിലുള്ളവരാണെന്ന്. ഇപ്പം സിലോൺ പെന്തക്കോസ്തിന്റെ പേര് മാറി TPM, ദി പെന്തക്കോസ്ത് എന്നാക്കി. അത് ഇപ്പൊ ഈയിടയിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ ലേറ്റസ്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല. ശാബത്ത് മിഷ്യൻകാര് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് അത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ യുവസാക്ഷിക്കാർ പറയുന്ന യഹോവസാക്ഷിക്കാരുടെ റിയൽ അവരുടെ യഥാർത്ഥ ഭക്തന്മാരാണ് 144,000. അതിന്റെ തികയുന്ന വർഷങ്ങളുമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാറി മാറിയൊക്കെ എഴുതി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മളിത് വേദോസ്തത്തിൽ ക്ലിയർ ആയിട്ട് വായിക്കുമ്പം അവിടെ ഇതൊന്നും കാണുന്ന അവിടെ ഇസ്രായേൽ മക്കളിലെ 12 ഗോത്രത്തിലുള്ളവരെ ആണെന്നാണ് നമ്മളവിടെ ഇപ്പോൾ വായിച്ചതെന്ന് മനസ്സിലായത്. 12 എന്ന സംഖ്യ ഇസ്രായേലിനോട് വളരെ ബന്ധപ്പെട്ടതാണ്. 12 ഗോത്രങ്ങള്, 12 അപ്പോസ്തലന്മാര്, 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രത്തെയും ന്യായം വിധിക്കും. മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിൽ 12 ഗോത്രങ്ങളുടെ പേരുകള്, 12 തരം വിലയേറിയ രത്നക്കല്ലുകള്, പിന്നെ പുതിയ യെരൂശലേമിൽ 12 ഗോപുരങ്ങള്. ഇതെല്ലാം നമ്മൾ ആ 12 ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ 2-ാം വാക്യം മുതൽ കാണുന്നത് ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുന്നു. എന്നും ദൈവത്തിനുള്ളവരെ മുദ്രയിട്ടിട്ടുണ്ട്. വേദോസ്തത്തിലെ ഒരു സിസ്റ്റമാണ്. അബ്രഹാമിന്റെ കാലത്തും ശരീരത്തിലൊരു മുദ്ര ഉണ്ടായിരുന്നു. എന്തുവാണ് അത് പറയാൻ പറ്റുമോ? അബ്രഹാമിന്റെ കാലത്തെ ശരീരത്തിന്റെ മുദ്ര? താങ്ക് യു. അതെ, പരിച്ഛേദന മലയാളത്തില് അത് പറയും. അതുപോലെ തന്നെ മിസ്രൈമിൽ ന്യായവിധി നടന്ന നാളില് അവിടെ വീടുകളില് വാതിൽമേൽ കട്ടിളക്കാൽ 2 മേലും കുറുമുടി മേലും ആട്ടിൻകുട്ടിയുടെ രക്തം അടയാളമായി വേണമായിരുന്നു. രേഹാബിന്റെ കാലത്ത് കിളിവാതിൽക്കൽ കെട്ടിയ ചുവപ്പ് ചരടായിരുന്നു. ചുവപ്പ് ചരട് അങ്ങനല്ലേ പറയുന്നേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് അത്. ഭൂമിയിലെല്ലാം നമുക്ക് വസ്ത്രധാരണത്തിൽ നിന്ന് തന്നെ അറിയാം. അവിടെ ഈ ജർമ്മനിയിലെ ഹിറ്റ്ലർ വന്നപ്പം, നാസികൾ വന്നപ്പോൾ യൂതന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേക വസ്ത്രധാരണം, കയ്യില് ബാൻഡ്, പ്രത്യേകിച്ച് അടയാളത്തോടെ വസ്ത്രധാരണത്തിന് അവരങ്ങനെ പീഡിപ്പിക്കാനായിട്ട്, കൊല്ലുവാനായിട്ട് അങ്ങനെ ഇത് വരുത്തി അടയാളം. അപ്പം നമുക്ക് കേരളത്തിൽ തന്നെ ഓരോരുത്തരുടെ വസ്ത്രധാരണം കാണുമ്പോൾ അറിയാമല്ലോ അവരേത് മതത്തിൽപ്പെട്ടവരാണ്, ഏത് ജാതിയിൽപ്പെട്ടവരാണ്. മുസ്ലിങ്ങളെ കണ്ടാൽ വളരെ ഈസിയാണ്. തൊപ്പി കാണും, പ്രത്യേക ഒരു തലപ്പാവ് കാണും, പിന്നെ താടി മീശ കാണും, പിന്നെ ലോഹ കാണും. അന്നേരം നമ്മൾ കാണുമ്പോൾ അറിയുന്നു എല്ലാം അതുപോലുള്ളൊരു മുദ്ര ഐഡന്റിഫിക്കേഷനാണ് ഇത് കാണുന്നത്. അപ്പൊ എന്തിനാണ് 144,000 പേർക്ക് ഈ മുദ്ര ഇടുന്നത്? അവരെ ഈ വെളിപ്പാട് 14-ാം അധ്യായത്തില് അത് ആദ്യത്തെ വാചകം വായിച്ച്, വെളിപ്പാട് 14-ാം അധ്യായത്തില്, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. മതി. അതിന് അവിടെ അത് കൊടുത്തിട്ടുണ്ട്. ആ പേരുകള് അതാണ് അവരുടെ ഐഡന്റിഫിക്കേഷൻ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാരാണ് ഇവരെ. കന്യമാരെന്ന് പറഞ്ഞെങ്കിലും അതൊരു മെറ്റഫോറിക്കൽ ഇതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളല്ല, പുരുഷന്മാരാണെന്ന് പറഞ്ഞാൽ അവര് വിശുദ്ധ ജീവിതം നയിക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെട്ട പരിശുദ്ധന്മാരാണ്. ദൈവത്തിന്റെ കുഞ്ഞാടിനും ആദ്യ ഫലമായി വീണ്ടെടുക്കപ്പെട്ടവർ എന്നും അവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് പറയുന്ന സന്ദർഭത്തിൽ സഭയുടെ പ്രതിനിധിയായ മൂപ്പന്മാരിൽ ഒരുത്തൻ സമീപത്ത് നിൽക്കുന്നതായി കാണാം. ആദ്യ ഫലങ്ങൾ പല ക്രമമുണ്ട്, പല ഓർഡർ ഉണ്ട് ആദ്യഫലങ്ങൾ എന്ന് പറയുന്നത്. ഇവരെയും ആദ്യഫലമായിട്ട് അവിടെ കാണുന്നുണ്ട്. ഇവിടെ നമ്മെ ദൈവത്തിന്റെ ഇപ്പൊ നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. നമുക്കുള്ള ഐഡന്റിഫിക്കേഷൻ എന്തുവാണ് യഥാർത്ഥത്തില്? നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളതല്ലേ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. പരിശുദ്ധാത്മാവിന്റെ മുദ്ര. എന്തോ
ഓക്കെ, താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇത് ഇന്ത്യ കേട്ട ഈ ടേപ്പ് കേട്ട പലരും എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സൗകര്യമാർക്ക് നല്ല അറിവുള്ളവരൊക്കെ ആണല്ലോ, ഒന്നും രണ്ടുപേര് കമന്റ് എന്നോട് പറഞ്ഞു. അതിടയ്ക്ക് ഞാനൊന്ന് പറയാണ്. എഫേസ്യർ 1:13-14 ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 1:13-14. 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഓക്കെ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുകയാണ് വാഗ്ദത്തത്തിന്റെ അച്ചാരം. അപ്പം നമ്മുടെ സീല് എന്ന് പറയുന്നത്, ഇപ്പൊ സീൽ അറിയാമല്ലോ എല്ലാവർക്കും. ഈ സീല് ഉണ്ട്, അതിന്റെ ഉടമസ്ഥാവകാശത്തെ കാണുന്ന. എഫേസ്യർ 4:30 ഒന്ന് വായിച്ചേ. സെയിം ഇപ്പം വായിച്ച ബുക്കില് 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 1:22 ഫൈനല്. അതിനി അധികം ബുദ്ധിമുട്ടിക്കുകയില്ല. 2 കൊരിന്ത്യർ 1:22. 2 കൊരിന്ത്യർ 1:22. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പൊ ആത്മാവെന്ന അച്ചാരം നമുക്ക് ആ മുദ്ര ഇട്ടിരിക്കുകയാണ്. ഈ സീൽ എന്ന് പറയുന്ന ഐഡന്റിഫിക്കേഷൻ ആണ്. ഓരോ രാജ്യത്തിനും എല്ലാ കമ്പനിക്കും എല്ലാം സീലുണ്ട്. ഇന്ത്യയുടെ സീൽ എന്നാന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അശോക ചക്രം. കേരളത്തിന്റെ എന്തുവാന്ന് ഓർമ്മയുണ്ടോ? സത്യമേവ ജയതേ എന്ന് പറഞ്ഞൊരു മുദ്രയുണ്ട്. അതിനകത്തുണ്ട്. പക്ഷെ 2 ആനകള് നിൽക്കുന്നു. സത്യമേവ ജയതേ എന്നുള്ള ഇന്ത്യയുടെ അശോക ചക്രത്തിലുണ്ട്, കേരളത്തിന്റെ ഇതിലുണ്ട്. അപ്പം സത്യമേവ ജയതേ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ട്രയം ഇത് എന്നുള്ളതാണ്. അപ്പൊ അമേരിക്കയുടെ എന്തുവാണ്? ഈഗിൾ. അപ്പൊ ഇത് നിങ്ങൾ ഒറ്റ നോട്ട് പുറകിൽ നോക്കിയാലും കാണാം. പിന്നെ അമേരിക്കയുടെ ഈഗിളിലാണ് അവിടെ എഴുതിയിട്ടുണ്ട് ഈ പ്ലൂറിബസ് ഊനം എന്ന് പറയാൻ ഔട്ട് ഓഫ് മെനി വൺ, പലരിൽ നിന്നൊന്നുള്ള. അങ്ങനെ ഇത് ഈ എല്ലാ ലോകത്തിലെ എല്ലാവരും ഐഡന്റിഫിക്കേഷന് കൊടുക്കുന്നുണ്ട്, മാർക്കുണ്ട്. പക്ഷെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞാൽ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനുള്ള മുദ്രയാണ് ഇട്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്ന് ആ മുദ്രയിട്ടവരെ പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. ഏത് സാത്താൻ വന്നാലും ആര് വന്നാലും, നമ്മൾ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും ശത്രുക്കൾ വരുമ്പോൾ ഓർക്കും എനിക്ക് ആരുമില്ലയോ. നമ്മൾ വിശ്വാസികൾ കൊല്ലപ്പെടുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ഈ ഇഹലോകവാസം വളരെ നശ്വരമാണ്. അത് ട്രാൻസിഷനിലാണ്, ട്രാൻസിറ്റാണ്. നമ്മൾ പെട്ടെന്ന് കടന്നു പോകുന്നത്. എന്നാൽ അവനാൽ മുദ്രയിട്ടത് കൊണ്ട് നമ്മുടെ നിത്യജീവന് അവന്റെ കയ്യിലാണ് എന്നുള്ള വിശ്വാസമാണ് നമ്മൾ എന്നും ഭരിപ്പിക്കേണ്ടത്. 144 പേര് മുദ്രയിടുമ്പോൾ അവർക്ക് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച അതേ ശക്തി, അതുപോലെ ശക്തി മുദ്ര ലഭിക്കുന്നവർക്ക് ഈ 144,000 പേർക്ക് കാണും. അന്തിക്രിസ്തുവിനോ ആർക്കും അവരെ കൊല്ലുവാനോ ഉപദ്രവിക്കുവാനോ കഴിയില്ല. പ്രത്യേകം അടയാളം ഇട്ട് അവരെ അജയ്യന്മാരായിരിക്കും. അവർക്ക് മരണമില്ല, അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ന്യായവിധിക്ക് മുമ്പേ ഈ ചൊരിയുന്ന ദൈവകൃപയാണ് ഇത്. 4 ദൂതന്മാർ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ന്യായവിധി നടപ്പാക്കുന്നതിനായി കാറ്റുകളെ അഴിച്ചുവിടുന്നതിന് മുമ്പേ മറ്റൊരു ദൂതൻ സൂര്യോദയത്തിൽ നിന്ന് കയറി വരുന്നതായി കാണുന്നു. അവിടെ നമ്മളിപ്പം വായിച്ചതാണ്. ആ ദൂതന്റെ കൈവശം ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുണ്ട്. അതാണ് അവിടെ കാണുന്നത്. നമ്മൾ ആ മുദ്രയെ കുറിച്ചാണ് വായിച്ചത്, അവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ആ മുദ്ര ഉപയോഗിച്ച് അവർ ദൈവത്തിന്റെ ദാസന്മാരെ മുദ്രയേൽപ്പിക്കുന്നു. അവർ ദൈവത്തിന്റെ സാക്ഷികളാണ്. അവരെ ദൈവത്തിന്റെ സാക്ഷികളെന്നും പറയുന്നുണ്ട്. സഭയുടെ ഉൾപ്രാവണത്തോടുകൂടെ ഇപ്പം സഭ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം അങ്ങ് പോകും. ഇപ്പം നമ്മൾ ട്രാക്ട് കൊടുക്കുന്നു, സുവിശേഷം കാണുന്നവരോടൊക്കെ പറയുന്നു. പക്ഷേ ലോകം മുഴുവൻ, ക്രിസ്ത്യാനികൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ള ആൾക്കാരോട് സുവിശേഷം പറയാൻ ആരാ ഉള്ളത്? അപ്പം ഇവിടെ വലിയൊരു വോയിഡ് അവിടെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ശൂന്യത നികത്താൻ വേണ്ടിയാണ് ദൈവം ഈ 144,000 പേരെ അവിടെ രംഗപ്രവേശം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ രാജ്യത്തിന്റെ സുവിശേഷം അവിടെ ഘോഷിക്കും 144,000 പേര്.
പ്രത്യേക സാക്ഷികള്. ഇവിടെ ഈ ഗോത്രങ്ങളെ വായിച്ചാണെന്നല്ല, അവിടെ 2 ഗോത്രങ്ങളെ കണ്ടില്ല. അത് ആരാന്ന് ഓർമ്മയുണ്ടോ? അതെന്തുകൊണ്ടാ അവരുടെ ഇല്ലാത്തതിന്റെ കാരണം എന്നാന്ന് വല്ലതും അറിയാമോ? എന്തോ അഡൽട്ടറിയാന്നാ എനിക്ക് തോന്നുന്നത്. അഡൽട്ടറി വിഗ്രഹാരാധന. ദാൻ ഗോത്രക്കാരല്ലേ പിന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയത്. അത് അതിൽ എഫ്രൈനും ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ആണെന്ന് തോന്നുന്നു എഫ്രൈമിന്റെ പേരുണ്ട്. ഓക്കെ. പിന്നെ അത് നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. പക്ഷേ എനിക്ക് ഇതിനോട് ബന്ധിച്ച് പറയാനുള്ളത്, ഇതിപ്പം ഈ 144,000 പേരാണ് ഇവിടെ ഈ ഗോത്രത്തിൽ ആരാണ്, ഇതൊക്കെ കുറിച്ച് ഒത്തിരി ആൾക്കാർ ഡിബേറ്റ് ചർച്ചകൾ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇതൊന്നും ബാധിക്കുന്നതല്ല. നമ്മൾ റാപ്ചർ ഉൾപ്പാടത്തോട് നമ്മളെല്ലാം സ്വർഗത്തിൽ പോകും. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ എന്തുകൊണ്ട്. പിന്നെ നമ്മളൊരു പഠിക്കാൻ വേണ്ടി ലോജിക്കൽ കൺക്ലൂഷൻ ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ദാൻ ഗോത്രത്തെ അവിടെ ഇല്ലാതായത്, എന്തുകൊണ്ടാണ് അവിടെ വ്യവസ്ഥ വിവരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് കൂടുതൽ അതിനെക്കുറിച്ച് തലപോകേണ്ട കാര്യമില്ല. ഒരു ലോജിക്കൽ കൺക്ലൂഷൻ കൂടുതൽ ബോധ ചെയ്യേണ്ട കാര്യമില്ല. ബോധ ചെയ്ത് ഒത്തിരി പേര് സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളെ സമയത്ത് നമ്മളെ ബാധിക്കുന്നേ ഇല്ല. നമ്മൾ യേശുക്രിസ്തുവിലൂടെ ആയിരിക്കും. അപ്പൊ ദാൻ ഗോത്രത്തെയും എഫ്രൈം ഗോത്രത്തെയും ആ കൂട്ടത്തിൽ കാണുന്നില്ല. അവരുടെ സ്ഥാനത്ത് വേറെ 2 ഗോത്രങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാരാ? ഒന്ന് ലേവി ഗോത്രം, മറ്റേത് ജോസഫ്. മറ്റേ ജോസഫ് അവിടെ ജോസഫ് അവിടെ ജോസഫിന്റെ മനയം. അപ്പൊ ഈ ജോസഫിന് എങ്ങനെയാ ഡബിൾ മനശ്ശെയും എഫ്രൈം എങ്ങനെയാ ജോസഫിന്റെ 2 മക്കളെ 12 വരേണ്ട കാര്യം എന്നാന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ 12 ഗോത്രത്തിൽ വരുമ്പം ജോസഫിന്റെ 2 മക്കളുടെ പേര് വരുന്നുണ്ട്. അപ്പം നേരത്തെ പല കാണുന്ന അതിന്റെ റീസൺ എന്തെങ്കിലും ലോജിക്കലി അത് നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അത് ഫണ്ടമെന്റൽ ഇതൊന്നും അല്ല. ചിലരുടെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ജോസഫിന് ഒരു പ്രിഫറൻസ് കൊടുക്കാം. എന്തോ മനശ്ശെ ഗോത്രമുണ്ട് ഇതിനകത്ത്, എഫ്രൈം ഇല്ല. എഫ്രൈം ഇല്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ളതിൽ ഈ എഫ്രൈമും മനുഷ്യൻ 2 ഉണ്ട്. അന്നേരം ഇത് അതിന്റെ ഇത് പ്രത്യേകം വല്ലതും ജോസഫിന്റെ 2 മക്കൾ മറ്റുള്ള ആരുടെ മക്കളും ഒന്നും ഇല്ലല്ലോ. പിന്നെ ലേവിയുടെ പേരില്ലാത്ത എന്തുകൊണ്ടായിരുന്നു നേരത്തെ? അവർക്ക് അതെ, അന്നമ്മ പറഞ്ഞാൽ ശരി, അവർക്ക് പ്രീസ്റ്റ്ഹുഡ് ആയിരുന്നു അവരുടെ ജോലി. ഓക്കെ, മറ്റുള്ളവരെല്ലാം അവരെ അന്ന് സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴേ ലേവിയായും പിന്നെ ലേവി ഗോത്രവും ഉണ്ട്. ലേവിയ ഓക്കെ. അപ്പൊ അവിടെ ഇത് വരുന്നുണ്ട്. അപ്പം അപ്പൊ നമ്മള് ലോജിക്കൽ കൺക്ലൂഷൻ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഈ ഇസ്രായേലിനെ മുഴുവൻ രക്ഷിച്ച ജോസഫ് അല്ലേ? അവിടെ മിസ്രൈമിൽ ചെന്നപ്പോൾ നമുക്കറിയാമല്ലോ ചരിത്രം വായിക്കുമ്പോൾ. അപ്പം അതുകൊണ്ടായിരിക്കാം നമ്മളത് ഞാനൊരു ഡോക്ടറായിട്ട് പറയില്ല. ഒരു നിരീക്ഷണം 2 മക്കൾക്കും ഒരു പ്രാധാന്യം കൊടുത്ത ജോസഫിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. യാക്കോബ് അവരെ 2 പേരെ അനുഗ്രഹിച്ചില്ലേ? മക്കളായിട്ടങ്ങ് സ്വീകരിച്ചല്ലോ, കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? അല്ല, മരിക്കുന്നതിന് മുമ്പേ ജോസഫ് ചോദിച്ചു വാങ്ങിച്ചതല്ലേ? ജോസഫ് പറഞ്ഞ് എൻ്റെ 2 മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് തിരിച്ച് മക്കളെ 2 പേരെയും പിടിച്ച് നിർത്തിയ ഉടനെ അപ്പൻ കൈ ഇങ്ങനെ ക്രോസ് ചെയ്താ വെച്ചത്. അതെ, അത് ചെയ്തു. അപ്പം ഇതിന്ന് ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ഇപ്പൊ ആക്ച്വലി ജോസഫിന്റെ 2 മക്കളെയും ആ അനുഗ്രഹം കൊടുത്തപ്പം യാക്കോബ് അഡോപ്റ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവർ 2 പേരും ഗോത്രത്തിന്റെ പേര് വന്നത്. അത് നല്ലൊരു അസസ്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഇനിയും ഈ 5 മിനിറ്റേ ഉള്ളത് കൊണ്ട് ഞാൻ ബാക്കിയുള്ളത് വരുന്ന ആഴ്ച ദൈവം അനുവദിച്ചാല് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുകൊണ്ട് 5 മിനിറ്റേ ഉള്ള എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ ചോദിക്കാനോ വല്ലതും ഉണ്ടോ? നല്ല സ്റ്റഡി ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം കൂടുതലായിട്ട് ചിന്തിക്കാനും അസസ് ചെയ്യാനും ഒക്കെ സാധിച്ചു. ഇനി അടുത്ത ആഴ്ച കൂടുതലായിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ അത് ഇപ്പൊ നിർത്താൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ അത് ശരിയല്ല പഠിപ്പിക്കുക. എല്ലാം കൂടെ ഒത്തിരി ഇൻഫർമേഷൻ തള്ളി കയറ്റി നമ്മൾ ദൈവനാമം മഹത്വപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ ഒത്തിരി ഇൻഫർമേഷൻ കയറ്റി ഇത് നമ്മൾ ധൃതി വെച്ചൊന്നും പോകേണ്ട കാര്യമില്ല. മരിച്ചു അല്ലെ കർത്താവ് ഇവിടെ വന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ സ്ലോ ആയിട്ട് പഠിച്ചു പോവുക. നമ്മുടെ ആത്മീയ വർദ്ധിക്കുന്നേ ഉള്ളൂ. എനിവേ നിങ്ങളെ
ഈ 144,000 പേര് മുദ്രയിട്ടവരെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നല്ലോ, അവരെ ആരും ഒന്നും ചെയ്യത്തില്ല, അവര് ഓൾറെഡി സീൽഡ് ആണ്, അവരെ കൊല്ലാൻ പറ്റത്തില്ല. അവർക്ക് നാച്ചുറൽ ഡെത്ത് ഉണ്ടാകുമോ? ഇല്ല, അവർക്ക് നാച്ചുറൽ ഡെത്ത് ഇല്ല. ഇല്ല. അവര് ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത്. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ രൂപാന്തരപ്പെടുക, ഇവിടെ ജീവിച്ചിരിക്കുന്ന രൂപാന്തരപ്പെടുക. അതുപോലെ അവർക്ക് ട്രാൻസ്ഫോർമേഷൻ അല്ലേ? അതെ അതെ അതെ, അങ്ങനെ വരുന്നത്. എനിവേ, നിങ്ങളെ സൂക്ഷ്മമായിട്ടുള്ള പഠിത്തത്തിനും അറിവിനും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ എല്ലാവരെയും. താങ്ക് യു.